ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവോക്കാഡോ എന്ന ഫ്രൂട്ടിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അവോക്കാഡോ ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ വെണ്ണപ്പഴം എന്ന് അറിയപ്പെടുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ ബട്ടറി ടെക്സ്ചറാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം പേഴ്സിയ അമേരിക്കാന എന്നാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു അവോക്കാഡോ ആണ് ഈ കാണുന്നത്. അവോക്കാഡോ ധാരാളം ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ധാരാളം ഊർജ്ജസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ധാരാളം നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. അതിനാൽ തന്നെ അവോക്കാഡോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ്. അതുപോലെ അത് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും വളരെയധികം സഹായിക്കും. ധാരാളം വൈറ്റമിൻസ്, ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻസും, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നീ വൈറ്റമിൻസ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. അതുപോലെ മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോളേറ്റ് എന്നീ മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ടുകളിൽ ഒന്നാണ് അവോക്കാഡോ. ബനാനയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ അധികം പൊട്ടാസ്യം അവോക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മെൻ്റൽ ഹെൽത്തിന് അവോക്കാഡോ വളരെ ഉത്തമമാണ്. ബ്രെയിനിൻ്റെ കോർഡിനേഷനും അതുപോലെ മെമ്മറിക്കും വളരെ നല്ലതാണ്. ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതായിരിക്കും. ചെറുപ്പം നിലനിർത്താനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഇത് ഉപകാരപ്പെടുന്നു. കൂടാതെ ഫോളേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗർഭിണിയായ സ്ത്രീകൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ബൊട്ടാണിക്കലി പറയുകയാണെങ്കിൽ അവോക്കാഡോ ഓവൽ അല്ലെങ്കിൽ പിയർ ഷേപ്പിലായിരിക്കും കൂടുതൽ കാണപ്പെടുക. ഇതുപോലെ റൗണ്ട് ഷേപ്പിലും ഉണ്ടാവും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ലാർജ് സീഡ് ഉണ്ടാവും. അത് എഡിബിൾ ആയിരിക്കുകയില്ല. ഇതിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം എന്ന് പറയുന്നത് ഒരു ബട്ടറി ക്രീമി ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക. അവോക്കാഡോ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ അത് സ്കൂപ്പായിട്ട് വെറുതെ കഴിക്കാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ നമുക്ക് സാലഡ്സിൽ അല്ലെങ്കിൽ സാൻഡ്വിച്ചായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്മൂത്തിയിൽ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഗോക്കോമോളി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാനായിട്ടും സാധിക്കും.